الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله وقال النبي صلى الله عليه وسلم والله في عون العبد ما كان العبد في عون أخيه أو كما قال عليه الصلاة والسلام ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം അതിനെ മനഃപ്പാഠമാക്കിയ ആ സദസ്സിന്റെ പൂർണ്ണതയിൽ, അതിന്റെ പൂർത്തിയാക്കൽ ചടങ്ങിൽ, പരിപാടിയിൽ പങ്കാളികളാവുക. സത്യത്തിൽ നമ്മൾ ആലോചിക്കണം, ഈ കാലഘട്ടത്തിൽ 1400 ചില്ലാനും കൊല്ലങ്ങളായി ഹിജറയ്ക്ക് ശേഷം, അതിനു മുമ്പ് 10-13 കൊല്ലം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ഹിറാ ഗുഹയിൽ അവതരിച്ച ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഞാൻ ഓതി വെച്ച ആയത്ത് വരെ ആ ഹിറാ ഗുഹയിൽ വെച്ചാണ് ഇറങ്ങിയത്. സത്യത്തിൽ അത് ഇന്നും 1400 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഗഫ്ലത്തിന്റെ, അശ്രദ്ധയുടെ, യുക്തിവാദത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ, പടച്ചവനെ നിഷേധിക്കുന്ന തോന്നിവാസികളായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇനി ഇതിനേക്കാളും വലിയ അനുഗ്രഹം എന്താണ് പടച്ചവൻ നമുക്ക് തരാനുള്ളത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ നമുക്കതിന് സാക്ഷികളാവാൻ പടച്ചവൻ അവസരം തന്നല്ലോ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നന്ദി ഉണ്ടാവണം. ആര് ഖുർആനുമായി ബന്ധം വെക്കുന്നോ അവരോട് അള്ളാഹു ഏറ്റവും കൂടുതൽ അടുപ്പം വെക്കും എന്ന് ഹദീസിന്റെ താല്പര്യത്തിൽ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും അടുക്കാനുള്ള വഴി അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ടത് അള്ളാഹുവിന്റെ കലാമാണ്. ഹാദാ കലാമു റബ്ബി ഹാദാ കലാമുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. അതാണ് അവർ പൂർത്തിയാക്കിയത്. ഈ കാലഘട്ടം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഭൗതികതയുടെ അതിപ്രസരിപ്പിൽ ആണും പെണ്ണൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കാൻ, ഇവരെ പോലത്തെ പെൺകുട്ടികൾ, ഇവരെ പോലത്തെ ആൺകുട്ടികൾ, അവരൊക്കെ ദുനിയാവിന്റെ ഹരങ്ങളിൽ കഴിയാൻ, കോളേജ് ക്യാമ്പസുകളിൽ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്ര ഗഫ്ലത്തിന്റെ കാലങ്ങളാണ്. അത്ര ഗഫ്ലത്തിന്റെ കാലത്ത് നമ്മളെ ഈ മക്കൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇവരെ തെരഞ്ഞെടുത്തത് എത്ര വലിയ ഔദാര്യമാണ്. ഇവരുടെ മാതാപിതാക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മക്കൾ എന്താണ് പഠിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ, പിന്നെ മഗ്‌രിബ് മുതൽ വീണ്ടും രാത്രി ഉറങ്ങുന്നത് വരെ അവരിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കാൻ. ഒരു കുട്ടി ഒരായത്ത് മനഃപ്പാടാക്കണമെങ്കിൽ എത്ര അധ്വാനുണ്ട്. ഇവർക്ക് അറിയുന്ന വാക്കുകളൊന്നുമല്ല ഇത്, ഇവർ അറബികളല്ലല്ലോ. പക്ഷെ അവർ വീണ്ടും ആവർത്തിച്ച് ഒരായത്ത് 15, 20, 25, 30, 40, 50, 100 വട്ടൊക്കെ ഒരു കുട്ടി ഓതുന്നുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓതുകയാണെങ്കിൽ ഒരു കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കുമ്പോഴത്തേനും എത്ര ഖതം തീർത്തിട്ടുണ്ടാവും. ഖുർആൻ ശരീഫിലെ ഓരോ ആയത്തുകൾ അറബി പഠിച്ച നമുക്ക് തന്നെ അതിന്റെ കാര്യങ്ങൾ ഓതാനും പിടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുടെ അവസ്ഥകൾ ഉണ്ടാവും. ഈ കുട്ടികൾ ഇതിങ്ങനെ ഓതല്ലേ, രാവിലെ മുതൽ ഓതുകയാണ്. ഇത് ഒറ്റ കാലേക്ക് അവരതിനുവേണ്ടി വർഷങ്ങൾ ചെലവഴിക്കാൻ എത്ര ഭാഗ്യവതികളാണ് ആ കുട്ടികൾ, എത്ര ഭാഗ്യവതികൾ, ആ കുട്ടികളുടെ മാതാപിതാക്കൾ എത്ര ഭാഗ്യവാന്മാർ. ഒറ്റ കാലയ്ക്ക് എന്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നത്? എന്താണ് നമ്മളെ കുട്ടികൾ കഴിഞ്ഞുകൂടുന്നത്? എന്താണ്? അല്ലാഹു തആല ചില മനുഷ്യരെ തെരഞ്ഞെടുക്കും എല്ലാ കാലഘട്ടത്തിലും.
മനുഷ്യർക്ക് നന്മയും ഖൈറും സന്മാർഗവും ഒക്കെ കാണിക്കാൻ വേണ്ടി മനുഷ്യരെ തെരഞ്ഞെടുക്കും. ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലഘട്ടത്തിലേക്ക് അല്ലാഹു തആല 1,24,000 നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്തു. ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു നബിയാക്കിയിട്ടാണ് നിയോഗിച്ചത്. എന്നുവെച്ചാൽ നബി ഇല്ലാതെ ഒരു മനുഷ്യൻ കഴിഞ്ഞു പോണ്ട. അങ്ങനെ നബിമാരെ തെരഞ്ഞെടുത്തു. കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ നബിമാരെ മുഴുവൻ തെരഞ്ഞെടുത്തത്. കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്ന് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അതോടുകൂടി ആ സിൽസില, ആ പരമ്പര അത് അല്ലാഹു തആല സ്റ്റോപ്പ് ചെയ്തു, മതി, നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാക്കി. ഇനിയും ജനങ്ങൾ വരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എത്ര ജനങ്ങൾ വന്നു? ഇപ്പം ലോകത്ത് എത്ര കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ മനുഷ്യർക്കൊക്കെ മാർഗം കാണിക്കാൻ അല്ലാഹു തആല പിന്നെ സെലക്ട് ചെയ്തത് ആരാണ് എന്നാൽ ഉലമാക്കളാണ്. പിന്നെ അല്ലാഹു സെലക്ട് ചെയ്തത് ഉലമാക്കളാണ്, നബിമാരുടെ വാരിസ്യങ്ങളായി. എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു ആലിമിനെ തെരഞ്ഞെടുക്കുന്നത് ബനി ഇസ്രായേലിലെ നബിമാരെ തെരഞ്ഞെടുക്കുന്ന പോലെ തെരഞ്ഞെടുക്കാൻ. ഒരാൾക്ക് സ്വന്തമായിട്ട് നബി ആവാൻ പറ്റൂല, എന്നാ ഒരു ജനങ്ങൾ എല്ലാവരും കൂടി അയാളെ നബി ആക്കാനും പറ്റൂല. ഇതേപോലെ തന്നെയാണ് ഇൽമിന് വേണ്ടി അള്ളാഹു ആരെങ്കിലും തെരഞ്ഞെടുക്കാറിനാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മഹൽ ഫദ്ലാണ്, അവന്റെ ഔദാര്യാണ് ആരെങ്കിലും തെരഞ്ഞെടുത്താൽ. ഇതിനോടൊപ്പം തന്നെ നബിമാരെ തെരഞ്ഞെടുത്തതുപോലെ തന്നെ അള്ളാഹു തആല ഓരോരോ കാലഘട്ടങ്ങളിൽ സ്ത്രീകളിൽ നിന്നും അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മറിയം ബീവിനെ പോലെ, ആസിയ ബീവിനെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ ഒരുപാട് സ്ത്രീകളെ. പിന്നീട് താബീഈങ്ങളും അതേപോലെ തന്നെ പിൽക്കാലത്ത് വന്ന സ്ത്രീകളിലും ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുത്തു. ഇതേപോലെ നമ്മളാരും തെരഞ്ഞെടുത്തതല്ല, നമ്മളെ മക്കളെ നമ്മളെ പടച്ചവൻ തെരഞ്ഞെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ ഗ്രന്ഥത്തെ തെരഞ്ഞെടുത്തത്, നാം ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റിനെ, ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇതിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹു പറയാം. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ലാം സത്യത്തിൽ തൗക്കീദിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. നമ്മൾ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. ഖുർആന്റെ കാര്യത്തിൽ സത്യത്തിൽ ബേജാറാവേ വേണ്ട. ലോകത്തുള്ള മുഴുവൻ ഖുർആനിന്റെ പ്രതികളും കോപ്പികളും അതിന്റെ സിഡിയും അതിന്റെ ഹാർഡ് ഡിസ്കും എല്ലാം ഒരാൾ നശിപ്പിച്ചാലും ശരി, ഇൻഷാ അല്ലാഹ് ഈ കലാം ഇവിടെ ബാക്കിയുണ്ടാവും. അതിന് ബാക്കിയാക്കാൻ വേണ്ടി നിയമിച്ചതാണ് ഹൃദയങ്ങളെ അള്ളാഹു സെലക്ട് ചെയ്യാൻ. ആ സമ്പ്രദായം അള്ളാഹു ഒഴിവാക്കിയിട്ടില്ല. നിരീശ്വരവാദം യുക്തിവാദം ഒക്കെ നടക്കുമ്പോഴും അള്ളാഹു തആല പറയണേ ഇത് ഞാൻ ഏറ്റതാണ്, അതിനെനിക്ക് കുറച്ച് ഹൃദയങ്ങൾ വേണം, ആ ഹൃദയങ്ങളെല്ലാം ഇങ്ങനെ തെരഞ്ഞെടുക്കുക, ആ ഹൃദയങ്ങളുടെ ഉടമകൾ അവരതിങ്ങനെ മനപ്പാടാക്കി പോവുക, അല്ലാതെ വേറൊന്നുമല്ല. ഇതൊരു തൗഫീഖാണ്, ഇതൊരു സെലക്ഷനാണ്, ഒരു ഇൻതിഖാബാണ്. എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുക്കലാണ് സത്യത്തിൽ ഇതുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പെൺകുട്ടികൾ ആഫ്ലാവാണ്, ആൺകുട്ടികൾ ആഫ്ലാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും. പെൺകുട്ടികൾ അല്ലാഹുവിന് വേണ്ടി തെരഞ്ഞെടുക്കാം, അത് ചെറിയ കാര്യമാണ്. ഖുർആനിന്റെ വാഹകരാകുക, അതിനുവേണ്ടി ചില ഹൃദയങ്ങളെ സെലക്ട് ചെയ്യുക. നമുക്കറിയാം സാധാരണഗതിയിൽ ഈ മലപ്പുറം മലബാർ ഭാഗത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് കർഷകരുണ്ടാവും. അവർ സാധാരണ തെങ്ങ് കവുങ്ങ് അതൊക്കെ പഴയ കാലത്ത് തൈക്ക് വെക്കലുണ്ട്. നല്ല തെങ്ങിന്റെ തേങ്ങ എടുത്തിട്ട് ഒരു ഇത് വിൽക്കേണ്ടത് നമുക്ക് തൈക്ക് കുത്താനുള്ള നന്നത്. ചിലപ്പോ നല്ല ഏതെങ്കിലും മത്തനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ഇത് വിത്തിന് വെക്കാന്ന് പറയും. അതിന്റെ വിത്ത് വെക്കാൻ നല്ലതുള്ളതാണ്. ഇതേപോലെ ഭൂമിയിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് അപ്പം തന്നെ ടിക്കിട്ടിട്ട് മാർക്കിട്ടിട്ട് വിടുന്നുണ്ട്. ഇതാ ഇത് നമുക്ക് ഖുർആനുള്ളതാണ്. അതിങ്ങനെ ഇപ്പൊ സാധാരണഗതിയിലൊക്കെ ഫ്രൂട്ടുകളൊക്കെ ഇങ്ങനെ ഐറ്റംസ് തിരിക്കുമ്പോൾ കാരണം ഒരു സൈസ് ആപ്പിൾ ഉണ്ടാവും, ഒരു ഇത്ര വലിപ്പുള്ള എത്ര ഉള്ളത്, അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിപ്പോണ്ടാവും. ഇതേപോലെ ചിലതിനുള്ള ഇങ്ങനെ ടിക്കിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഇതാ ഇതെന്റെ ഖുർആന് പറ്റിയതാണ് ഈ ഹൃദയം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കൾ അല്ലാഹു സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളാരും ഒരു സാഹചര്യത്തിൽ സെലക്ട് ചെയ്തതല്ല, ഒരു സാഹചര്യത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതല്ല. അള്ളാഹ് ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ഒരുപാട് വാപ്പന്മാരുണ്ടാവും, അവർക്ക് ഖുർആനെ കുറിച്ച് ചിലപ്പോൾ അറിയുണ്ടാവില്ല, അവർക്ക് ദീനുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. പക്ഷേ അല്ലാഹു തആല
ഈ കുട്ടികളുണ്ട്, നിന്റെ ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ ഞാൻ ആസുഖത്വം ആക്കാനും ആര്യമാക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഈ ഒഫലേക്ക് പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ചിലപ്പോൾ ആദ്യം തന്നെ തട്ടിയിട്ട് ആ ട്രാക്കിൽ കയറ്റിയിട്ടുണ്ടാവും. ദീനിന്റെ ദാവത്തിന്റെ മുബാറക്കായ ഈ പരിശ്രമത്തിലേക്ക് കയറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞ അങ്ങനെ കൊണ്ടുപോയിട്ട് അള്ളാഹു ആ പ്രോഗ്രാമുകൾ അത് അങ്ങനെ നടപ്പിലാക്കും. പ്രോഗ്രാം നടപ്പിലാക്കുന്ന ആളെ പേരാണ് അള്ളാഹ് മുദബ്ബിറുൽ ഉമൂർ. കാര്യങ്ങളെ തദ്ബീർ ചെയ്യുന്നവൻ, അതിന്റെ ക്രമീകരണങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. അതല്ലാത്ത വേറൊരാൾക്കും കഴിയില്ല. കാരണം അത് അള്ളാഹു പറഞ്ഞ വാക്കാണല്ലോ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഗ്രന്ഥത്തെ നാമാണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇതിനെ സൂക്ഷിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കാൻ, അള്ളാഹു സെലക്ട് ചെയ്യാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, അള്ളാഹു തെരഞ്ഞെടുത്തതാണ് എന്ന് ആദ്യം മനസ്സിലാക്കി അതിനോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി കാണിക്കും. അള്ളാഹു ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. ഇത് റിജക്ട് ചെയ്യുന്ന ആൾ അള്ളാഹുവാണ്. അതുകൊണ്ട് തുടക്കത്തിലെ വാപ്പനെ എമ്മനെ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവരാൻ ആഗ്രഹം കഴിഞ്ഞിട്ടല്ല. കുറെ രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ട്, മക്കൾ അനുസരിക്കില്ല. ചിലർ ഭാര്യമാർ സമ്മതിക്കില്ല, ചില ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, ഭർത്താക്കന്മാർ സമ്മതിക്കില്ല. ഇതൊക്കെ നമ്മളെ എന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു വലിയ കാര്യം, മക്കളെ ആസ്ലാവ് ആലിമാവ് എന്നാൽ ദുനിയാവിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. ദുനിയാവിലല്ല, പക്ഷെ എന്റെ കുട്ടി ആഫുലായല്ലോ, ആഫുലത്തായല്ലോ, എത്ര സന്തോഷമുള്ള കാര്യം. ഇനി നാളെ ആഖിറത്തിൽ ഇതിന്റെ സന്തോഷം ലഭിക്കും. ഇതൊരു സെലക്ഷൻ, അള്ള സെലക്ട് ചെയ്യാൻ, അള്ള തെരഞ്ഞെടുക്കാൻ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആഗ്രഹിക്കാനും ദുആ ചെയ്യാനും കരയാനും അല്ലാതെ. ചില രക്ഷിതാക്കളൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കരയില്ലേ, എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ സാറേ, ഓൻ ആഫിലാക്കണം, ഓൻ ഇതിൽ ചേർത്തിട്ടുണ്ടോ, ഓൻ പഠിച്ചിട്ട് കയറില്ല. എന്ത് കാട്ടാൻ പറ്റും? ഒന്നും കാട്ടാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹിനോട് കരയുക. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അത്ര നന്ദി കാണിക്കണം, അത്ര നന്ദി കാണിക്കണം. എന്റെ മോള്, എന്റെ മോൻ നിങ്ങളുടെ ആഫില അല്ലല്ലല്ല, ഇത് അള്ളാഹുവിന്റെ വലിയ കരുണാകടാക്ഷം നമ്മുടെ മേൽ ചെരിഞ്ഞത് കൊണ്ട് കിട്ടിയതാണ്. ഒരു വീട്ടിൽ ഒരു ഹാഫിദ് ഉണ്ടാവുക, ഒരു ആലിം ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു ചെറിയ കാര്യമില്ല. നാളെ മഹ്ശറയിൽ അത് എത്ര വലിയ കാര്യമാണ്. ഇവിടെ ഒരാൾ ഡോക്ടറായി, അയാൾ മരിക്കലോട് കൂടി അയാൾ ഡോക്ടർ തീർന്നു, അയാളുടെ സർട്ടിഫിക്കറ്റോ അയാൾ ബാക്കി കാര്യമൊന്നുമില്ല. ഒരാൾ എഞ്ചിനീയറായി, അയാൾ മരിച്ചു, അതോട് കൂടി തീർന്നു. ഒരാൾ കളക്ടറായി, അയാൾ മരിച്ചോട് കൂടി അത് തീർന്നു. ഒരു ഹാഫിൽ അത് മരിച്ചോട് കൂടി തീരല്ല, അത് മരിച്ചോട് കൂടി തീരല്ല. അതിന്റെ നന്മകളും അതിന്റെ ഖൈറാത്തുകളും വർദ്ധിക്കാൻ അവിടെ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ വലിയ അന്തസ്സും അഭിമാനം തുടങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും. സർവ്വ ദുനിയാവിൽ ഇപ്പം ഒരു കുട്ടിക്ക് IPS കിട്ടി. ഈ പറഞ്ഞ ഈ 8 കുട്ടികൾ, ഇന്ന് 8 കുട്ടികളാണ് ആത്മഹത്യകളാവുന്നത്. ഈ 8 കുട്ടികൾക്ക് സിവിൽ സർവീസ് എഴുതി IASോ IPSനോ അവർ വിജയിച്ചാൽ മലപ്പുറം ജില്ലയുടെ അവസ്ഥ എത്തിക്കും. ഫുള്ള് മീഡിയകളും ഫുള്ള് പത്രങ്ങളും ഫുള്ള് സാംസ്കാരിക സാമൂഹിക നായകന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാവരും ഇതിനെ കുറിച്ച് ഭയങ്കര ചർച്ചയ്ക്കും, ഭയങ്കര സംഭവവികാസമായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ വചനങ്ങൾ അത് മനപ്പാടാക്കി, അതുകൊണ്ടൊരു ചർച്ചയാവില്ലേ. കുറച്ച് ആൾക്കാർ, ടോപ്പിക്കുള്ള ആൾക്കാർ ഒന്നുകൂടി ബസ്. പക്ഷേ ഇവിടുത്തെ എല്ലാ അംഗീകാരങ്ങളും അതിനൊരു പരിധിന്റെ അത് കഴിഞ്ഞാൽ തീർന്നു. മഹ്ശറയിൽ അള്ളാഹു ഇവർക്ക് കൊടുക്കുന്ന ആദരവ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിലുണ്ട്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ് ഖാല ഹും അഹ്ലുൽ ഖുർആനി വഅഹ്ലുല്ലാഹി വഖാസ്സത്തു. നിശ്ചയമായും അല്ലാഹുവിന് ചില സ്വന്തക്കാരുണ്ട്, അല്ലാഹുവിന് ചില സ്വന്തക്കാർ. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ചില അഹ്ലികാരുണ്ട്, അല്ലാഹുവിന് ചില സ്വന്തക്കാരുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, ഖാലു മൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ സ്വന്തക്കാരാരാണ്? അല്ലാഹുവിന്റെ സ്വന്തക്കാരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആനി വഅഹ്ലുല്ലാഹി വഖാസ്സത്തു, അവർ അല്ലാഹുവിന്റെ ആൾക്കാരാണ്, അവർ അല്ലാഹുവിന്റെ ഖാസ്സായ ആൾക്കാരാണ്. ആ വാക്കുകൾ ഒറ്റയ്ക്ക് അണ്ടർലൈൻ ചെയ്തു. ഹും അഹ്ലുല്ലാഹി വഖാസ്സത്തു, അവന്റെ ഖാസ്സായ ആൾക്കാർ. നമ്മൾ പറയല്ലോ ഓണം അവന്റെ ഖാസ്സാണ്, അവന്റെ പ്രത്യേകമായ ആൾക്കാർ. അതാരാണ്? ഹും അഹ്ലുൽ ഖുർആൻ, ഒരു ഖുർആന്റെ അഹ്ലുകാരാണ്, ഒരു അല്ലാഹുവിന്റെ സ്വന്തക്കാരായിരിക്കും. നാളെ മഹ്ശറയിൽ ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന മൈതാനത്തിന്റെ പേരാണ് മഹ്ശറ മൈതാനം.
അന്നത്തെ ദിവസം ചില ആൾക്കാർ അള്ളാഹുവിന്റെ അർശുമായി, അവന്റെ സിംഹാസനവുമായി, അവനുമായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും, അവന്റെ സ്വന്തം ആൾക്കാരായിട്ട്. എന്നിട്ട് അള്ളാഹു അവരോട് പറയും, നിങ്ങൾ ആലോചിച്ച്, എല്ലാവരും ബേജാറിലുണ്ടാവുക, എല്ലാവരും വെപ്രാളത്തിലുണ്ടാവുക, അന്ന് ചില ആൾക്കാരുണ്ടാവും ഒരു ഭയങ്കര സന്തോഷത്തിലുണ്ടാവും. കുറച്ച് ആൾക്കാരുണ്ടാവും ഓരോ പ്രകാശത്തിന്റെ കിരീടങ്ങൾ ഉണ്ടാവും. സൂര്യനേക്കാൾ തിളങ്ങുന്ന പ്രകാശത്തിന്റെ കിരീടങ്ങൾ മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടാവും. ഒരു സാധാരണക്കാരായിരിക്കാം, ഉറക്കി തലയിലൊക്കെ ഈ കിരീടം ഉണ്ടാവും. നിങ്ങളൊന്ന് സങ്കല്പിക്കും, മഹ്ശറിൽ എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒരു കുറച്ച് മാതാപിതാക്കൾ ഒരു കിരീടങ്ങൾ, പ്രകാശിക്കുന്ന കിരീടങ്ങളുമായിട്ട് ആ പരിസരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അല്ലാഹു തആല ഈ മക്കളോട് പറയും, ഇഖ്റ, നീ ഓതുക, വർത്തഖി, നീ കയറുക, വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവിൽ നീ തർത്തീലോട് കൂടി, തജ്വീദോട് കൂടി നീ ഖുർആൻ ഓതിയതുപോലെ ഓതുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നിന്റെ അവസാനത്തെ പദവി നീ ഓടിച്ചേർക്കുന്ന ആയത്തിന്റെ അവിടെയാണ്. അപ്പൊ ഈ ഹാഫിളത്തായ കുട്ടികൾ ഒരിങ്ങനെ ഓതുണ്ടാവും. മഹ്ശറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു പടി കയറും, അർറഹ്മാനിർ റഹീം അടുത്ത പടി കയറും, മാലികി യൗമിദ്ദീൻ അടുത്ത പടി കയറും, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അടുത്ത പടി കയറും. ഇങ്ങനെ പടികൾ കയറി ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒരു മാതാപിതാക്കൾ കണ്ണ് നിറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്, അന്ന് അഭിമാനത്തോടെ കൂടി നിൽക്കുന്നുണ്ടാവും. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഇവർ ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ എന്തോ ഒന്നും ആവണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതുകൊണ്ട്, അത് അതിന് സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ അതാവും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് മഹ്ശറയിൽ നട്ടലോടെ നിൽക്കണം, മഹ്ശറയിൽ തലയെടുപ്പോട് കൂടി നിൽക്കണം. ഇന്ന് നമ്മുടെ ജ്യേഷ്ഠത്തിന്റെ മോന് ഡോക്ടറായിരിക്കും, നമ്മുടെ ജ്യേഷ്ഠത്തിന്റെ മോള് ഡോക്ടറായിരിക്കും, നമ്മളെ ജ്യേഷ്ഠന്റെ മോൻ ഡോക്ടറായിരിക്കാം, നമ്മളെ ജ്യേഷ്ഠന്റെ മോൻ ചിലപ്പോൾ സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ അഞ്ചന്റെ മോൻ ചിലപ്പോൾ വേറെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുടുംബത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നിനും പറ്റാത്തവരായിട്ട് ചിലപ്പോൾ നമ്മളെ മക്കൾ ഉണ്ടായിക്കോളും. ഒരിക്കലും 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 നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും തോന്നിയേക്കരുത് ഞാനും എന്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയോ. ഇല്ല, ഒരിക്കലും ഇല്ല. അള്ളാഹുവിന്റെ വചനത്തെക്കാളും വലുത് ലോകത്ത് വേറൊന്നുമില്ല. ഖൈറുക്കും നിങ്ങളിലെ ഏറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ലോകത്ത് സത്യം മാത്രം പറഞ്ഞ് തമാശക്ക് പോലും നാവ് കളവിന് വേണ്ടി ചലിപ്പിക്കാത്ത സാദിഖുൽ മസ്തൂഖായ വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹി മാത്രം സംസാരിക്കണ പുന്നാര നബിയുടെ പുന്നാര നാവെന്ന് വന്ന വാക്കാണ് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്തവരാണ്. ഇത് യഖീനോട് കൂടി വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എങ്കിൽ നമ്മൾ സമാധാനിച്ച് നിൽക്കണം. എന്റെ മകനെ അള്ളാഹു ഇതിന് തെരഞ്ഞെടുത്തല്ലോ, എന്റെ മോളെ അള്ളാഹു ഖുർആന് തെരഞ്ഞെടുത്തല്ലോ, എനിക്കിത് മതി. ഈ ലോകത്തേക്ക് ഒന്നും കിട്ടിയില്ല, എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ അള്ളാഹു ഞങ്ങളെ ആദരിക്കും. സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം ആ മാതാപിതാക്കളെ തലയിലുണ്ടാവും. മാതാപിതാക്കളെ ആദരിക്കാൻ മക്കളെ പഠിപ്പിച്ചതിന്, മക്കളെ ഹാഫിളത്തുകളാക്കിയതിന് മാതാപിതാക്കളെ തലയിൽ കിരീടം വെക്കും. അന്ന് ഇവരെല്ലാവരും ഉണ്ടാവും. അന്ന് ആദരണീയർ ഇവരായിരിക്കും, അള്ളാന്റെ സ്വന്തക്കാരായിരിക്കും. നാളെ മഹ്ശറയിൽ ആഖിറത്തിൽ ഉയർന്ന വിജയികളായി തീരും. സത്യത്തിൽ അതുകൊണ്ടാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചത്. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും വലുതാണ്. ഖുർആനെ മനഃപ്പാഠമാക്കൽ ചെറുതല്ല. ഖുർആനെ മനഃപ്പാഠമാക്കിയവർ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ അവരുടെ അന്തസ്സും അവരുടെ വിലയും കണ്ടു തുടങ്ങും. മാഷാ അല്ലാഹ്, ദുനിയാവിലും അതുണ്ടാവും. ദുനിയാവിൽ നമ്മൾ വിചാരിക്കണ്ട ദുനിയാവിൽ എന്തൊക്കെയാവുക. ദുനിയാവ് അല്ലാഹു അവർക്ക് നഷ്ടപ്പെടുത്തുന്നില്ല. ഏറ്റവും സന്തോഷകരമായ ജീവിതം അല്ലാഹു നൽകും. ദുനിയാവിൽ എന്തിനാണ് ഒരാൾ ഡോക്ടർ ആവുന്നത്, ഒരാൾ എഞ്ചിനീയർ ആവുന്നത്, ഒരാൾ കലക്ടർ ആവുന്നത്, അല്ലെങ്കിൽ ഒരാൾ വലിയ സമ്പന്നനാവുന്നത് എന്തിനാണ്? വലിയ കച്ചവടക്കാരനാവുന്നത് എന്തിനാണ്? കച്ചവടക്കാരാണ് ദുനിയാവിൽ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഇൽമിന്റെ അഹ്ലുകാർ,
ഖുർആന്റെ അഹ്ലുകാരെ അള്ളാഹു ഉറപ്പായിട്ടും സമാധാനമുള്ള ജീവിതം നൽകും. സമാധാനമുള്ള സമ്പത്ത്, സമാധാനം ഉണ്ടെന്ന് ഒരു ഉറപ്പില്ല. എത്രയോ സമ്പന്നന്മാർ ടെൻഷനിലുള്ളത്, കിടന്നുറങ്ങാൻ രാത്രി ഗുളികകൾ കഴിക്കണം. ഉറക്കം കിട്ടണമെങ്കിൽ വലിയ പൈസക്കാർക്ക് അവർ ഓടി കടച്ചുണ്ടാക്കി ഈ പൈസ അവർക്ക് സമാധാനം നൽകില്ല. വിദ്യാഭ്യാസവും ഉയർന്ന സ്ത്രീകളിലും എത്തിയവർ അവര് ടെൻഷനിലുള്ളത്. അവരെ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥരെ കണ്ട് പണിയെടുക്കാൻ എല്ലാവരും അസ്വസ്ഥ. ഖുർആന്റെ അഹ്ലുകാർ അവർക്ക് അല്ലാഹു സമാധാനം നൽകും. കാരണം ഖുർആൻ മൊത്തത്തിൽ സമാധാനമാണ്. അതുകൊണ്ട് ചെറിയ കാര്യമില്ല. നമുക്കറിയാം ഔറംഗസീബ് ആലംഗീരി റഹ്മത്തുള്ളാഹി അലൈഹി, ഔറംഗസീബ് ചക്രവർത്തിനെ കുറിച്ച് പഴയ കാലത്തെ സാമൂഹ്യ വാർത്തകളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ പറ്റി പിതാവിനെ ജയിലിൽ അടച്ച ആള്, പിതാവിനെ അങ്ങനെ ആക്കിയ ആള്, ഇങ്ങനെ ആക്കിയ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിണ്ടാവും. അതിന്റെ അടിയിൽ തന്നെ എഴുതിണ്ട്. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി എന്താ ചെയ്തത്? തൊപ്പി തുന്നിയും പിന്നെ ഖുർആൻ പകർത്തി എഴുതിയുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സാമൂഹ്യ വാർത്തയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവില്ല. അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയിട്ടും പിതാവായ ഷാജഹാനെ കാരാഗ്രഹത്തിലടിച്ചു. അതുകൊണ്ട് അധികാരമോഹിയായിരുന്നു എന്ന് ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിച്ചവർ അതിന്റെ അടിയിൽ അറിയാതെ എഴുതി പോവാൻ. അദ്ദേഹം തൊപ്പി തുന്നിട്ട് ഒരു ഇന്ത്യ മഹാരാജ്യം, ഒരു ഇന്ത്യ മഹാരാജ്യം എന്നാൽ ഇന്നത്തെ ഇന്ത്യ അല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, സിലോൺ, ഇതൊക്കെ കൂടി മൊത്തം ചേർന്ന ഫുൾ ഇന്ത്യ, ആ വലിയ ഇന്ത്യ, വലിയ ഇന്ത്യ. ഞാൻ ബംഗ്ലാദേശിൽ പോയപ്പോ ഒരു സ്ഥലത്തെത്തി. അപ്പൊ അവിടെ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ 2-3 ദിവസം ഉണ്ടായപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒരാള് പിന്നെ ബയാനൊക്കെ കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അയാളോട് ഇങ്ങനെ സംസാരിച്ചപ്പം നമ്മളെ കൂട്ടത്തിലെ കൂട്ടുകാർ ആദ്യം തന്നെ അറിഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടാവില്ല അവിടെ എന്താ ഉള്ളത് ഇങ്ങനെയൊക്കെ അന്വേഷിക്കല്ലോ. അപ്പൊ അവിടെ വലിയ കോട്ടുണ്ട്, ഔറംഗസീബിന്റെ കോട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയാൾക്ക് പോണം അല്ലെങ്കിൽ കാണാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരാണ്. അപ്പൊ ഇദ്ദേഹം ആ ബയാനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആണ് അതിന്റെ ടോപ്പ് ഓഫീസർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോവാണെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. അന്നൊരു പിന്നെ ഒഴിവുള്ള ദിവസമാണ്. അപ്പൊ അദ്ദേഹം പറയാൻ പ്രശ്നമാക്കണ്ട, അദ്ദേഹം അതിന്റെ സുപ്രീം അതോറിറ്റി, അദ്ദേഹം പറഞ്ഞു ഞാൻ നാളെ വരണ്ട് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ തുറന്നൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് കുതിരകൾ ഇങ്ങനെ വലിച്ചിട്ട് വെള്ളം താഴേന്ന് പൊക്കുന്ന സിസ്റ്റം. നമ്മൾ മോട്ടറിന് പറയണ്ടല്ലോ 1 HP 2 HP എന്നൊക്കെ പറഞ്ഞ സത്യത്തില് എന്താണത്? ഹോഴ്സ് പവറാണ്, കുതിര ശക്തി എന്നാണ് പറഞ്ഞത്. അപ്പം അതുണ്ട്. അത് നിങ്ങൾക്ക് അന്ന് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നാല് ഏത് ഇങ്ങനെ കുതിര എത്ര സ്പീഡിൽ ഓടുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ കയറുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഔറംഗസീബിന്റെ കോട്ടന്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് ബംഗ്ലാദേശും ആരെ കയ്യിലാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഔറംഗസീബ് ഭരിക്കുന്ന ഇന്ത്യയിലുള്ളത് ഇത്ര വലിയ പ്രവിശാലമായ ഇന്ത്യന്റെ ഒരു ഭരണാധികാരി അദ്ദേഹം ജീവിക്കാൻ വേണ്ടി തൊപ്പി തുന്നിയെന്ന് പറഞ്ഞാൽ ഖുർആൻ പകർത്തിയ ഔറംഗസീബ് പകർത്തിയ ഖുർആന്റെ പ്രതികൾ ദാറുൽ ദീപന്തിൽ അതേപോലെ പല ലൈബ്രറികളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഔറംഗസീബിന്റെ അദ്ദേഹം പേന കൊണ്ട് ഇങ്ങനെ എഴുതിയത് നമുക്ക് ഓതാൻ കഴിയില്ല. ഓരോ രാജ്യം ഭരിക്കുമ്പോൾ ഒരു എഴുതിയാണ്. അങ്ങനെ ഔറംഗസീബിന്റെ മകൻ ഹാഫിദായി. അങ്ങനെ ഷാജഹാൻ ചക്രവർത്തി ഉള്ളത് പിന്നെ ഒരു വെള്ള മാർബിൾ കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാവുള്ളൂ. അന്നത്തെ കാലത്ത് ഇത്ര മിനുസത്തോടു കൂടി ഇത്ര അഴകോട് കൂടി കൊത്തുപണിയിൽ ഖുർആന്റെ കൊത്തുകളും എല്ലാം നടത്തിയിട്ട് ഒരു ഗംഭീരമായ ഒരു സ്മാരകം, ഒരു താജ്മഹൽ ഉണ്ടാക്കിയെങ്കിൽ അതിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര പണിക്കാർ, ആയിരക്കണക്കിന് പണിക്കാർ ഇത്ര കൊല്ലം കൊണ്ട് ആണ് ഇത് പൂർത്തിയാക്കിയത്. ഇന്നത്തെ മിഷനറികളോ സെറ്റപ്പുകളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ മൂപ്പർക്ക് യമുന നദിന്റെ തീരത്താണ് ഇതുള്ളത്. അതിന്റെ തൊട്ടപ്പുറത്ത് കറുത്ത മാർബിളുകൊണ്ട് ഇതേപോലത്തെ ഒന്നും ഉണ്ടാക്കണമെന്ന് മൂപ്പർക്ക് പൂതി വന്നപ്പം മനുഷ്യരുടെ ഖജനാവ് കേടെടുത്തെന്നാണ് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? വാപ്പന്റെ തൽക്കാലത്തേക്കാണ് അങ്ങനെ ഒന്ന് തടവിലിട്ടത്. ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, ഈ സമുദായത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് വാപ്പന്റെ അടുത്തേക്ക് മധുരപ്പലഹാരമായിട്ട് ഔറംഗസീബ് മകനെ പറഞ്ഞയച്ചു വല്യപ്പന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു ഞാൻ ഹാഫിളായി. അപ്പൊ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഹാഫിളായിട്ടുണ്ട് എന്ന്. അതിന്റെ സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പം ഷാജഹാൻ ചോദിച്ചത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നീ ഹാഫിളായതുകൊണ്ട് നിന്റെ വാപ്പക്ക് കിട്ടി, എനിക്കെന്താ കിട്ടാനുള്ളത്? ആ ചോദ്യം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി ഖുർആൻ മനപ്പാടാക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഹാഫിളായി. എനിക്ക് ഈ പറഞ്ഞ മനസ്സിലായിട്ടോ? ഷാജഹാന്റെ ഉള്ളിലുണ്ടത്. അവനാന്റെ മോൻ
ഹാഫിളായാലാണ് ഇത് എവിടെ എന്ത് കിട്ടുക? തലയിൽ കിരീടണ്ടാവാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ ചെറുതല്ല. ഇസ്സത്തും അന്തസ്സും അഭിമാനമൊക്കെ ഖുർആനിലാണ് അല്ലാഹു വെച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ഓതുകയാണ്. ഖുർആന്റെ മാഹോലിൽ, അതിന്റെ അവസ്ഥയിൽ മക്കൾ കഴിഞ്ഞുകൂടുക, തിന്മകളിൽ നിന്ന് മാറണം. നമ്മളിപ്പോഴും വിദ്യാഭ്യാസം അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനൊന്നും അതിന് എതിരാളിയല്ല. മഷറെ കുടുങ്ങരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയാണ്, അല്ലാതെ വേറൊന്നല്ല. ഇതിന് പല അഭിപ്രായക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ ഡോക്ടർ വേണ്ട, ഇവിടെ എഞ്ചിനീയർ വേണ്ട, ഇവിടെ കലക്ടർ വേണ്ട, ഇവിടെ അവിടെ വേണ്ട, എല്ലാം വേണം, എല്ലാം ആയിക്കോട്ടെ, എല്ലാം നിങ്ങളെ മക്കളെ നിങ്ങളാക്കിക്കോളി. പക്ഷേ നമ്മളെ മക്കളെ പതുക്കെ നീതിയായിട്ട് ആക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകാം. മുണ്ടക്കൈ, പിന്നെ ചുരുൾമല, നമ്മളവിടെ പോയി, നമ്മളിങ്ങനെ കണ്ടു. ഖുർആൻ ചില സംഗതിയൊക്കെ പറയണ്ടേ, സമൂത് ഗോത്രക്കാരെ കുറിച്ച് പറയണ്ടേ, ആദിനെ കുറിച്ച്. കാറ്റടിച്ചു, പിന്നെ അത് ഫുള്ള് പോയി, അവരെ വീടുകൾ മാത്രം ബാക്കിയായി എന്ന് പറയുന്നത്. സൂറത്ത് അഹ്കാഫിലോ അല്ലെങ്കിൽ സൂറത്ത് മത്തുവിലോ മറ്റോ, സൂറത്ത് അഹ്കാഫിൽ എന്ന് പറഞ്ഞതിന്റെ ബാക്കിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യത്തിൽ അവിടത്തെ വീടില്ല, ഒന്നുമില്ല, ഒരു നാട് മുഴുവൻ പോയില്ലേ. ഫുള്ള് എങ്ങനെ പോയത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ലോകത്തൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും നടക്കൽ വലിയ പ്രശ്നമല്ല. അന്തം വിട്ടിട്ടാണ് ആൾക്കാരുള്ളത്. നാളെ ഇതിന്റെ മൊത്തം ടോട്ടലി മറിച്ചിടുന്ന ദിവസത്തിന്റെ പേരാണെന്ത്? ഖിയാമത്ത് നാൾ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഖുർആൻ എത്ര വ്യക്തമായിട്ടാ പടച്ചോൻ പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, യാ അയ്യുൽ മുഅ്മിനൂൻ അല്ല, യാ അയ്യുല്ലദീന ആമനൂ അല്ല, യാ അയ്യുഹന്നാസ്. അല്ലാഹ് സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യന്മാരെയും അഭിസംബോധന ചെയ്തല്ല പറയാൻ. യാ അയ്യുഹന്നാസ്, ആണും പെണ്ണും, യുക്തിവാദിയും നിരീശ്വരവാദിയും, മുസ്ലിമും അമുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ആരൊക്കെണ്ടോ ഭൂമിന്റെ തൊഴിൽപ്പുറത്താൽ മനുഷ്യരായിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. ഇത് അല്ലാഹുവിന്റെ ഒരു ഓർഡറാണ്. നിങ്ങളെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചോളി. ഇവിടെ പലതും കാണും നിങ്ങൾ, അതിന്റെ പിന്നാലെ ഓടിക്കൂടി ജീവിതത്തിന് നശിപ്പിക്കണ്ട. ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം. ഭൂമിയുടെ പ്രകമ്പനം ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ലശൈഉൻ അളീം, ഒരു വലിയ സംഭവമാണ്. ആരായി വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയവനായ അല്ലാഹ് പറയാൻ. ചെറിയ ആള് പറയുമ്പം ചെറുതേക്കുണ്ടാവും, വലിയൊരു പൊടക്കം പൊട്ടി എന്നൊക്കെ പറയും. ചെറിയ കുട്ടികളുടെ ഒരു കടലാസിന്റെ ഉള്ളിൽ ഒരു ചെറുത് ഇങ്ങനെ കല്ലുമൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ടക്നറി പൊട്ടണുണ്ട്, ഞാൻ വലിയ പൊടക്കം പൊട്ടിച്ചെന്നൊക്കെ പറയും. അതൊന്നും പടക്കല്ല, അതിനേക്കാളൊക്കെ വലിയ വലിയ ഒച്ചകൾ വരാണ്ട്. ഇത് വലിയ റബ്ബായ അല്ലാഹ് പറയാൻ. ഖുർആൻ പറയാൻ, കടയപ്പെട്ട രോമങ്ങൾ പോലെ പർവ്വതങ്ങളാവും. അവിടുത്തെ വലിയ കണ്ണൊക്കെ കടയപ്പെട്ട രോമം പോലെ ആയിരുന്നാൽ അല്ലാഹു പറയാൻ ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം. ഇത് വരാനുള്ളതാണ്, ഭയങ്കര ഒരു സംഭവം. യൗമ തറൗനഹ, അതിനെ ജനങ്ങൾ കാണുന്ന ദിവസം. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. പാല് കൊടുക്കുന്ന സ്ത്രീകൾ അവരുടെ പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകും. ഉമ്മാരെ എന്ത് മറന്നാലും കുട്ടീനെ മറക്കൂല, അതിന് വിടൂല്ലേ. അല്ലാഹു പറയണ അത് ഒഴിവാക്കും. യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഅ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭം ചുമന്നവർ, ഗർഭസ്ഥ സ്ത്രീകൾ, അവരവരെ ഗർഭങ്ങളെ അലസിപ്പോകും. ജനങ്ങളെ നിങ്ങൾ ലഹരി ബാധിച്ചവരായി കാണും. എപ്പോഴും ഇവിടേക്ക് പോയി നോക്കിയാൽ കുഞ്ചിമട്ടത്തും അതേപോലെ ചൂരൽമലയിലും കൈനാട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന, മുണ്ടക്കൈയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓരോക്കെ അന്തം വിടൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് പോണറൊക്കെ പറയുന്നത്. അള്ളാഹു എന്ത് തന്നെയാണ് പറഞ്ഞത്, അള്ളാഹു ഇത് തന്നെ പറഞ്ഞത്. ജനങ്ങളെ നിങ്ങൾ ലഹരി ബാധിച്ചവരായി കാണും. അവർ ലഹരി ബാധിച്ചവരല്ല, അള്ളാഹുവിന്റെ കടുപ്പുള്ള ശിക്ഷ കണ്ടിട്ട് ആകെ ലഹരി ബാധിച്ചവരെ പോലാകാതെ. ഇത് ഇവിടെ ദുനിയാവില് ഈ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞം കേട്ട് മാത്താങ്കുത്തിൽ ജീവിച്ചവർക്ക് നാളെ അള്ളാന്റെ ശിക്ഷ കാണുമ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല. ഇത് പറഞ്ഞ കാറൂന്റെയും ഫിറൗന്റെയും നമ്രൂദിന്റെയും ഉമയ്യത്തിന്റെയും ഖലഫിന്റെയും അബൂജഹലിന്റെയും ഒക്കെ ടീമുകൾ എന്ന് ലോകത്തുണ്ടാവും. അതിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്
ആദം അലൈഹിസ്സലാമും ശീസ അലൈഹിസ്സലാമും നൂഹ് അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഈസ അലൈഹിസ്സലാമും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ നബിമാരും വന്നതിൽ നിന്ന് വേർതിരിക്കാനാണ്. ഇതെന്നും രണ്ടു പക്ഷമായി ലോകത്ത് എന്നും ഉണ്ടാവും, ആരും മറക്കണ്ട. കലിമ ചൊല്ലി അല്ലെങ്കിൽ മുസ്ലിമിന്റെ പേരുണ്ട് എന്നതിന്റെ പേരിലൊന്നും ഒന്നും നടക്കൂല. നബിന്റെ കൂട്ടത്തിൽ ജീവിച്ചവർ വരെ രക്ഷപ്പെടൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ഖുർആൻ അല്ലാഹു പറയാൻ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. പെണ്ണുങ്ങളെ അല്ലാഹു ഉപമിക്കുന്നത്, പെണ്ണുങ്ങളെ ഉപമിച്ചിട്ടാണ് അല്ലാഹ് നൂഹ് നബിയുടെ കൂട്ടത്തിൽ. നൂഹ് നബിയാണ് നൂഹ് ആദ്യമായി റസൂലാക്കി അയച്ചത് നൂഹ് നബിനെയാണ്. ആദം അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല. നൂഹ് അലൈഹിസ്സലാമാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. വിച്ഛേദാർഢ്യമുള്ള പ്രതിസന്ധികൾ അതിശക്തമായ നിലയിൽ തരണം ചെയ്ത 5 നബിമാരെ എണ്ണുന്ന കൂട്ടത്തിൽ ഒരാളാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത പങ്കാളി, രഹസ്യ ജീവിതത്തിലെ പങ്കാളി. ഒരാളെ ഭാര്യ എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിന്റെ അതിരഹസ്യങ്ങളിലുള്ള പങ്കാളിയാണ്. അതിൽ കുട്ടിക്കയറ്റുണ്ട്. ആ ഭാര്യനെ കുറിച്ച് ഖുർആൻ പറയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം. അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം ആരംഭമാണ്. അവസാനത്തെ വന്ന നബിയുടെ കിതാബിനും പറയാൻ ഇതാ ഖിയാമത്ത് നാൾ വരെ ഈ 2 ചാനൽ എന്നുണ്ടാവും, 2 പാർട്ടി എന്നുണ്ടാവും. നിങ്ങൾ എവിടെ കൂടുതലെന്ന് തീരുമാനിച്ചോളി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരുമായിരുന്നു തഹ്ത അബ്ദൈനി മിൻ ഇബാദിന, നമ്മുടെ 2 ദാസന്മാരുടെ സാലിഹീങ്ങളായ 2 ദാസന്മാരുടെ കീഴിൽ ഭാര്യമാരായിട്ടുണ്ടായിരുന്നവരാണ് ഇവർ. ഫഖാനതാഹുമ, അവർ രണ്ടുപേരും അവരെ വഞ്ചിച്ചു. പക്ഷെ അള്ളാഹുവിൽ നിന്ന് ഇവരെ ഈ അഹങ്കാരം, ഇവരുടെ ഈ വിദ്യാഭ്യാസം, ഇവരുടെ ഈ സമ്പത്തും, ഇവരുടെ ഈ പൊങ്ങച്ചും ഒന്നും ഓർക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ. അവർ രണ്ടുപേരോടും പറയപ്പെടും നരകത്തിൽ പോണ ആൾക്കാരെ കൂട്ടത്തിലാണ് പോയിക്കൊള്ളിയും. നബിമാരെ കൂട്ടത്തിൽ ജീവിത പങ്കാളികളായവർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത് അത് ഖുർആൻ നോക്കി മനസ്സിലാക്കാം. തൊട്ടടുത്ത് അല്ലാഹു പറയാണ് ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അടുത്ത് പറയണം, ഔ പെണ്ണിനെ പറയണം. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔന്റെ ഭാര്യ വിശ്വാസിനിയായ ഇദ് ഖാലത്, ആ സ്ത്രീ പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കി. അല്ലാഹു പറയാണ് ഇദ് ഖാലത് റബ്ബി ബിനി, പടച്ചോനെ എനിക്ക് വേണ്ടി നീ നിർമ്മിക്കണേ, ഇന്ദക നിന്റെ അടുക്കൽ, ബൈത്തൻ ഒരു വീടിനെ, ഫിൽ ജന്ന എവിടെയായി സ്വർഗത്തിന് വീട് വേണം. ഞാൻ ഖുർആനിൽ തപ്പി നോക്കിയിട്ട് എനിക്കാകെ സ്വർഗത്തിൽ വീട് വേണമെന്ന് പറഞ്ഞ ഒരാളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് ആരാണ്? എന്തതിന്റെ കാരണം? അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് ടോപ്പ് സെറ്റപ്പ് ഉള്ള രാജ്യമായിരുന്നു ഏത്? മിസ്രിലെ രാജാവായിരുന്നു ആര്? ഫിറൗൻ. ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായിരുന്നു. ഇപ്പോഴും നൈൽ നദിയുടെ തീരങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും വലിയ വലിയ തൂണുകളുണ്ട്, വലിയ തൂണുകൾ. നൈൽ നദിയിലൂടെ പോകണം. നൈൽ നദിയിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിങ്ങനെ പോകുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു 2-3 ദിവസം ഞങ്ങളൊരു യാത്രയിൽ നൈൽ നദിയിൽ ക്രൂസറിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിർത്തും, ഇങ്ങനെ പോകും. അപ്പൊ ഓരോ വലിയ വലിയ തൂണുകൾ. ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ തൂൺ എങ്ങനെ ഉണ്ടാക്കിയത്. ക്രെയിൻ ഇല്ല, സെറ്റപ്പുകളൊന്നുമില്ല. അപ്പൊ അടിമകളോടെ പണിയെടുക്കുന്ന ആൾക്കാർ അത്ര ഹൈറ്റിൽ മണ്ണിട്ടിട്ട് അങ്ങനെ ചെയ്തതാണെന്നാണ് അവിടുത്തെ ഒരു എഞ്ചിനീയർ പറഞ്ഞത്. വമ്പൻ തൂണുകൾ. ബഫിറാവുന്നതിൽ ഔത്താദ് എന്ന് പറഞ്ഞാല് അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തൂണുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഫില്ലറുകൾ. അങ്ങനെ നൈൽ നദിയുടെ തീരങ്ങളിൽ ഇങ്ങനെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ നല്ല സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അന്ന് ആരുണ്ടായിരുന്നത്? ആസിയ ബീവി ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം നൈൽ നദിയിലാണ് പെട്ടിട്ടത്. ആര്? മൂസാ നബിയിട്ടത്. പെട്ടി
ആള് ഫിറോവിനെ എടുത്തു, ഫിറോവിന്റെ ആൾക്കാർ എടുത്തു കൊണ്ടുവന്നു. അപ്പം കൊട്ടാരത്തിന്റെ സമീപത്താണ് നൈൽ നദിയുടെ സമീപത്താണ് കൊട്ടാരമുള്ളത്. അവിടുന്ന് പൊളിച്ചു നോക്കിയതാണ്. അവിടുന്ന് ഓർമ്മ കുട്ടീനെ കണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം, ഇത്ര സമ്പൽ സമൃദ്ധമായ ഇനി മിസ്റിന്റെ രാജാധികാരം എനിക്കുള്ളതല്ലയോ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നതൊക്കെ എന്റേതല്ലയോ എന്ന് ചോദിച്ച അത്ര ചോദിക്കാൻ മാത്രം ധൈര്യമുള്ള ഫിറോവിന്റെ കൂട്ടത്തിൽ സ്വസ്ഥമായി രാജ്ഞിയായി വീട്ടിൽ ഒരു മണിയെടുക്കണ്ട സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയിട്ടും അല്ലാഹുവിനെ വിശ്വസിക്കുകയും ഫിറോന്റെ മുഴുവൻ സുഖലോലുപതയും ആഡംബരങ്ങളെയും എനിക്ക് വേണ്ട വർഷമാണ്, എനിക്കാകെ വേണ്ടത് റബ്ബി ബിനിലി എന്തൊക്കെ ബൈത്തൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ എനിക്കൊരു വീട് വേണം പറഞ്ഞു. പെണ്ണാണ്, അതുകൊണ്ട് പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്താണ്? എന്താ ആണുങ്ങൾക്ക് അറിയില്ല. ഒരാകെ ആവശ്യപ്പെടുന്ന സാധനം എന്തായിരിക്കും? പേരയ്ക്കും. നിങ്ങളൊരു പേര ഉണ്ടാക്കി എന്നറിയും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കൊട്ടാരൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എവിടെ മതി, എന്തൊക്കെ ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം പഠിച്ചോനെ. അതെവിടെ വേണം? എന്തൊക്കെ നിന്റെ അടുക്കൽ. ഫിറോന്റെ ആൾക്കാരും ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, അതിനൊക്കെ നീ എന്നെ രക്ഷപ്പെടുത്തണേ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ആസ്യാമി കൊട്ടാരത്തിലും എന്തനുഭവിക്കണ്ടേ? ഈമാന്റെ പേരിൽ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കണ്ടേ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കണ ആളുകളും പെണ്ണിനൊക്കെ പ്രയാസം ഉണ്ടാവും. പിന്നെ ഫിറോന്റെ ആൾക്കാരൊക്കെ ഉപദ്രവിക്കാൻ നിന്നാൽ നമ്മളൊക്കെ എന്നോ പൊട്ടുള്ളതുകൊണ്ട് നമ്മളെ ഈമാനുള്ള അമ്മ, വാപ്പ, നാത്തൂന്, അമ്മായി, മുത്തച്ഛൻ, മുത്തച്ചി, ഇളച്ചി, ഇവരെ കൊണ്ടാണ് അല്ലാഹു ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. കാരണം പുറത്തുനിന്ന് വന്നാൽ അത് താങ്ങാൻ കഴിയില്ല. കാരണം നമ്മളിൽ അതിനത്ര കപ്പാസിറ്റി ഇല്ല. ആകെ കുടുത്തപ്പെടുന്ന ആൾക്കാരെയാ അള്ളാഹ്ക്കറിയാം. അപ്പൊ ചെറിയ കുട്ടിക്ക് തട്ടിക്കളിച്ചാൽ ബലൂൺ കൊടുക്കണമായി, വലിയ പന്തം കട്ടി അവളെ കാലെണ്ണ പൊട്ടും. അതുകൊണ്ട് നമുക്ക് തട്ടാൻ പറ്റിയ അതില്ല കുറച്ച് ടീമിനെ വെച്ചിട്ട് ഇളച്ചി, മൂത്തച്ചി, അമ്മോന്, ആങ്ങള ഓലെ വെച്ചിട്ട് ചമ്പുക. അതിങ്ങനെ കുട്ടി പഠിച്ചാൻ പോയെന്നാ ഞാൻ കുട്ടിന്റെ ഭാവി കളയണ്ട. ഞാനിങ്ങനെ ആലോചിക്കല്ലേ, ഈ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, ഖിയാമനാളിലെ സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം നൽകപ്പെടും എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എന്തെന്ന് പറഞ്ഞാല്, സത്യത്തിൽ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഹദീസ് നമുക്കറിയല്ലോ, ഞാൻ വിചാരിച്ചത് എന്താ ഇവർക്ക് ഇത്ര എന്താണ് ഉമ്മക്കും വാപ്പും കൊടുക്കേണ്ടത്? സത്യത്തിൽ കിട്ടേണ്ടത് ആർക്കാണ്? ഇവിടെ കഷ്ടപ്പെട്ട് കല്യാണമൊക്കെ മുടക്കി ത്യാഗം ചെയ്ത് ഇങ്ങനെ മടങ്ങിയിരുന്ന് ഓതി പഠിച്ചിട്ട് ഞമ്മക്ക് അതിന് കിരീടം കിട്ടണ്ടേ? കൊടുക്കുന്നത് ഉമ്മക്കും വാപ്പക്കും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഉമ്മക്കും വാപ്പൊക്കെ കൊടുക്കണ്ടേ. കുട്ടിയൊക്കെ മദ്രസയിലെത്തിയാൽ വേറെ പ്രശ്നമൊന്നും അറിയണ്ട, പുറത്തുള്ള സകല അമ്പും തടുക്കേണ്ട ആൾക്കാരാണ്. ഒരു കല്യാണത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ അത് പ്രശ്നം, ഇതിന് കൊണ്ടുപോയില്ലേ പ്രശ്നം, അതിനുകൊണ്ടുപോയില്ലേ പ്രശ്നം, ഒക്കെ പ്രശ്നം, ആട്ടും മട്ടും കല്യാണത്തിന് എല്ലായിടത്തും പ്രശ്നം. ഒരു കല്യാണത്തിന് പോയ ആൾക്കാർ ചോദിക്കും പെണ്ണുങ്ങളോട്, എന്താ പിന്നെ വർത്തമാനം സുഖന്നല്ല, എത്ര കുട്ടികളുണ്ട്? അവർക്കൊന്നും അറിയില്ല. അവർ എത്ര കുട്ടികളുണ്ട്? എന്താ ചെയ്യുന്ന ആ മോള് അവിടെ ഒരു മലപ്പുറത്ത് പഠിക്കാൻ, എന്തിനു പഠിക്കാൻ? ഖുർആൻ പഠിക്കാൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല തന്നെ. എന്നാലേ ഇന്നത്തെ കാലത്ത് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ SSLC ചെയ്യണം, പിന്നെ അതിനിത് വേണം. കുട്ടികളെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കുട്ടികളെ ഭാവി തകരുട്ടോ. അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറയില്ലേ? അതിലും ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. ആ കേട്ടാ പിന്നെ പെണ്ണുങ്ങൾ ചോദിച്ചാലൊക്കെ എന്തായിട്ടാവും? ആ കല്യാണം മുടങ്ങി. അങ്ങനെ ഇത് പോണോർത്ത് മുഴുവനും കുത്തും ചവിട്ടല്ലേ. ഇത് സൈക്കിളിന്റെ പേരിലാണ് നാളെ നട്ടലോട് കൂടി ഈ മൂത്തച്ഛന്റെ മുന്നിൽ, ഈ ഇളച്ചിന്റെ മുന്നിൽ, ഈ അമ്മയുടെ മുന്നിൽ, ആ നാച്ചുന്റെ മുന്നിൽ, ആ എളാപ്പന്റെ മുന്നിൽ, ആ ജ്യേഷ്ഠന്റെ മുന്നിൽ, ആ അനുജന്റെ മുന്നിൽ, ആ കൂട്ടുകാരന്റെ മുന്നിൽ ഈ ആണിനി പെണ്ണിനി നട്ടലോടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു എന്ത് തീരുമാനിച്ചെന്നറിയോ? നാളെ മഹ്ശറിൽ കണ്ടില്ല എന്ന് പറയരുത്, ആരും കാണാതെക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിനെ അവസാനിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് സ്വന്തമായി ഒരു സൂര്യൻ ഉണ്ടായാൽ, നിങ്ങൾ ദുനിയാവിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു സൂര്യൻ ഉണ്ടെന്ന് വിചാരിച്ചു നോക്കി, അയാളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അപ്പൊ നാളെ മഹ്ശറിൽ സ്വന്തമായിട്ട് സൂര്യനുള്ളവനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തേക്കും അയാളുടെ സ്ഥാനം. അപ്പൊ കണ്ടില്ല, ഞാൻ അബ്ദുറഹ്മാനെ കണ്ടില്ല, മോമിനെ കണ്ടില്ല, മോൻ എവിടെ ആരെ കാണാതെക്കൂല, എവിടെ നോക്കിയാലും അതെങ്ങനെ പ്രകാശിച്ച് നിൽക്കണ്ടാവും. അപ്പൊ നാട്ടുകാരൊക്കെ എങ്ങനെ നോക്കണ്ടാവും, എന്താ ഓനക്കിത് കൊടുക്കാനായിരിക്കും? ഓന് കൊടുക്കാനൊന്നുമില്ല, ഒന്ന് നിങ്ങളൊക്കെ ചവിട്ടിയപ്പം ഓന്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട്, അന്ന് വല്യാപ്പാർക്ക് ഇഷ്ടമല്ല, വല്യാപ്പാരൊക്കെ ആണെങ്കിൽ വലിയ ശത്രുക്കള്. നമ്മൾ വല്യാപ്പാര് വല്യമാരി, ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ വരാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. +2 ഫുള്ള് A+ കിട്ടിയാൽ വല്യമ്മക്കത്തെ A+ ഒന്നും കൂടി അറിയില്ല, പക്ഷെ വല്യമ്മ ആകെ സംഭവമാക്കും.
കുട്ടിക്ക് ഓപ്പോസിറ്റിന് മുഴുവനെ ഓപ്പോസിറ്റ് മുഴുവൻ നേരെ സുറാത്തൽ മുസ്തഖീം നേരെ അങ്ങനെ പോവല്ലേ ക്യാവായി. അവിടെ നല്ല പോലെ ആലോചിച്ചോളി മക്കൾ ആഫ്ലായി കിട്ടണ കുറച്ച് ത്യാഗമൊക്കെ ചെയ്യണ്ടേ. അവഗണനകൾ സഹിക്കേണ്ടി വരും. പക്ഷെ നാളെ മഷറയിൽ നട്ടലോടെ നിൽക്കാം. 5 ദിവസം 6 ദിവസമൊക്കെ പഠിച്ചിട്ടാണ് ഉമ്മാന്റെ അടുത്തുനിന്ന് പഠിച്ചിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇത് വെച്ചാൽ തന്നെ കുട്ടികൾ പറയും ഓന്റെ ഉമ്മാന്റെ അടുത്ത് 5 ദിവസം പഠിച്ചിരുന്നു. ചെറിയപ്പത്തിൽ തന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ ഖുർആന്റെ മാഹൂലുണ്ടാകാണ്. എത്ര വലിയ ഭാഗ്യാണ്. നാളെ മഷറയിലാണ് ഈ ഭാഗ്യം അറിയാം. അവിടെ പോയി മക്കൾ അല്ലാഹു വെറുതെ തന്നതല്ല, അതൊരു അമാനത്താണ്. ഇതിനെ നല്ല വഴിക്ക് ചെലവാക്കണം. നാട് മുഴുവൻ ഓടും. ആസിയ ബീവിക്ക് കൊട്ടാരത്തിൽ വരെ പ്രയാസം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത്, തൊട്ടടുത്ത് അടുത്ത സ്ത്രീ മറിയം ബീവിനെ കുറിച്ച് ഇതേ തരത്തിൽ അല്ലാഹു ഖിയാമത്ത് നാളിലെ കൊണ്ടുപോകും. കുറച്ച് ഭാഗത്ത് ഉലമാക്കൾ, ആൺമക്കൾ ആലിമ്യങ്ങളായി ദായികളായി പോവുക. ഒരു ഭാഗത്ത് പെൺകുട്ടികൾ ഹാഫിളത്തുകളായി അവരുടെ വീടുകളെ സജ്ജീകരിക്കുക, അമലുകളിലായി കഴിച്ചുകൂട്ടുക. നിരീശ്വരവാദവും യുക്തിവാദവും അഴിഞ്ഞാട്ടങ്ങളും നടക്കുമ്പോൾ നല്ല മുഖമൊക്കെ മൂടിയിട്ട് നല്ല കുട്ടികളായിട്ട് നമ്മുടെ മക്കൾ നടക്കുക എന്നാൽ എത്ര വലിയ ഭാഗ്യാണ്. ചെറിയ കുട്ടികൾ 13 വയസ്സ് 14 വയസ്സ് 15 വയസ്സുള്ള കുട്ടികൾ മുഖമൊക്കെ മൂടി കൈയൊക്കെ മൂടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഉമ്മ ഇങ്ങോട്ട് കയറിക്കോളി എന്നാ പറഞ്ഞത്. ബസ്സാറിനൊക്കെ ഉമ്മ ഇങ്ങോട്ട് കയറിക്കോളി. കാരണം ബസ്സാറിന് തോന്നുന്നത് കാണുന്നത് ഏതോ വല്യമ്മയാണെന്ന് കഴിച്ചില്ലായില്ലേ. ഓരോ ഇടങ്ങേറും ഉണ്ടാവില്ല. നേരത്തെ 13 വയസ്സ് 14 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോൾ അതിന്റെ കോലത്തിന് മാറ്റം ഉണ്ടാവും, പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടാവും. ഇവർ എങ്ങൾ ഇങ്ങോട്ട് കയറിക്കോളിയാ. ചിലപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും വല്യന്മാര്. നൂറിട്ട് ഇത് എത്ര വലിയ കവചാണ്. പുരുഷന്റെ വേണ്ടാത്ത വൃത്തികെട്ട നോട്ടങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികൾ സുരക്ഷിതരല്ലേ. എത്ര റാഹത്താണ്. അതുകൊണ്ടിതാ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിന്റെ തൗഫീഖും അനുഗ്രഹവുമാണ്. ഭാഗ്യമുള്ളവർക്ക് മക്കളെ വാങ്ങി ചേർത്തോളി. അല്ല ഡോക്ടർ കളക്ടറൊക്കെ ആക്കണം എന്നാ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മാഷാ അല്ലാഹ് ദീനനുസരിച്ച് ജീവിക്കണ കുട്ടികൾക്കൊക്കെ നല്ല ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറൊക്കെ വേണം. നിങ്ങൾ നരകത്തിലൊക്കെ എടുക്കുവാനും കുഴപ്പമില്ല. നമ്മളെ പ്രസവങ്ങൾ മരത്തേക്ക് എടുത്തെന്നാൽ മതി. അത് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ വിട്ടോളി. ഒരു കുഴപ്പമില്ല. നമ്മളെ മക്കളുടെ കാര്യത്തിൽ വേണമെങ്കിൽ തീരുമാനമെടുത്തു. മക്കളെ ദീനിയായി വളർത്താനുള്ള ഇത് ഉത്തരവാദിത്വം ഉമ്മക്കും വാപ്പക്കും ചെറുപ്പത്തിൽ തന്നെ വഴിയിലെത്തിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു നല്ല തലമുറ നാട്ടിൽ ഉണ്ടാവട്ടെ. അള്ളാഹിനെ ആഖിറത്തിനെ കുറിച്ച് പറയുന്ന ഒരു കൗമ ഉണ്ടാവട്ടെ. മറ്റേ മനസ്സിലാവില്ല. അള്ളാഹ് തന്നെ ആയിക്കോളൊന്നൊന്നുമില്ല. ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരെ. പിന്നെ അങ്ങനെ കൃത്യമായിട്ട് നിസ്കരിച്ചോളൊന്നുമില്ല. നന്മ ചെയ്താൽ പോരെ. അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ അധികം ഉള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി CH മുഹമ്മദ് സാഹിബ് ഫറൂഖ് കോളേജൊക്കെ സെറ്റാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കണം എന്ന് വിചാരിച്ചു പണിയെടുത്തു. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ഭർത്താക്കന്മാർക്ക് ബ്ലൗസിന് ശീല കുറച്ച് വാങ്ങിയാൽ മതി എന്നതിനേക്കാളും വലിയൊരു പുരോഗതി ഞാൻ കാണില്ല എന്ന് CH മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇന്നൊക്കെ അയാൾ കണ്ടാൽ എന്തെങ്കിലും പറയല്. ഇന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്ന ഭർത്താക്കന്മാരെ കണ്ടെത്തേണ്ട ഭാരിച്ച ചുമതലകൾ നിന്ന് ഈ സമുദായം എന്തായിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട്. വാപ്പക്കും മക്കൊക്കെ സുഖമാണ്. എന്താണ് ഈ ബ്രോക്കറായിട്ടാലും പെര കാണാനൊന്നും പോകാൻ വേണ്ട. ആ കോലെന്നെ +2 ഡിഗ്രിയൊക്കെ കുറച്ചുകൂടി എന്താക്കിയിട്ടുണ്ടാവും, ഓൾ സെറ്റാക്കിയിട്ടുണ്ടാവും. അളിയ അതൊന്നും നടത്തി തന്നാൽ മതി എന്ന് പറഞ്ഞ കോലത്തിലുള്ളത്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പോവാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നിങ്ങളെ സപ്പോർട്ടിനൊന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പോവാണ്. എന്നിട്ട് അപ്പൊ തല കയ്യച്ചൊക്കെ കാര്യം ഉസ്താന്മാരടുത്തേക്ക് പാഞ്ഞു വരിക. വലിയ ഏതെങ്കിലും തങ്ങന്മാര് മൊയിലാമ്മടുത്തൊക്കെ ഉറുക്ക് കെട്ടാനൊക്കെ പോവാം. എന്ത് ഉറുക്ക് പോയി ചങ്ങലെട്ടാൻ നിൽക്കൂല. പിന്നെയാണ് ഈ നൂല് കണ്ടത്തിൽ നിൽക്കുന്നത്. ആ കോലത്തിൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കണം. ആരാ കരയാത്ത മാതാപിതാക്കളുള്ളത്? മാന്യന്മാരായ ആൾക്കാർ വരെ കരഞ്ഞുകൊടുക്കണം. അപ്പോഴൊന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാവില്ല. ആ സമയത്തൊന്നും മനസ്സിലായിട്ട് എന്താ കാര്യം? അവിടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇവിടെ അത്യാവശ്യം ഡോക്ടർമാരും എഞ്ചിനീയർമാർക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ മക്കൾ ഒരു ഹാഫിളായിക്കോട്ടെ. ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടേ? ദീൻ നിലനിർത്താൻ എന്നും ആൾക്കാർ അള്ളാഹ് കൊണ്ടെടുക്കും. ദീൻ നിലനിർത്താൻ വേണ്ടി എന്നും ആൾക്കാരെ കൊണ്ടെടുക്കും. റഷ്യ
വൻ ശക്തിയായി നിന്നു. അന്ന് വർഷങ്ങളോട്, ഏകദേശം 70 വർഷത്തോളം ഇസ്ലാമിന്റെ എതിരിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എത്ര? 7 വർഷമല്ല, 15 കൊല്ലമല്ല, എത്ര? നീണ്ട 70 കൊല്ലം. അവസാനം റഷ്യക്കായി പിളർന്നു, ആകെ കഷ്ണങ്ങളായി. കഷ്ണങ്ങളായി എന്താ സംഭവിച്ചത്? ഏകദേശം 6 മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 70 കൊല്ലം ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ 6 രാജ്യങ്ങൾ, റഷ്യന് പിരിഞ്ഞ 6 രാജ്യങ്ങൾ, മുസ്ലിം രാജ്യം, കിർഗിസ്ഥാന് എന്നൊക്കെ പറഞ്ഞ കുറെ രാജ്യങ്ങളുണ്ടല്ലോ, പ്രസ്ഥാനികൾ, 6 രാജ്യങ്ങളെ പോലെ ഉണ്ടായി. എന്തുകൊണ്ടാണല്ലോ? ഇസ്ലാമിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു കാലത്തും. അത് അതിന്റെ ഉള്ളിൽ കൂടെ അതിന്റെ പണി ആരെടുക്കും? അള്ളാഹ് എടുക്കുന്നില്ല. തെളിവാണത്. അത് പിരിഞ്ഞപ്പോ ഉണ്ടായത് പക്ക. ഇപ്രാവശ്യമൊക്കെ ഹജ്ജിന് നമ്മൾ പോയപ്പോ റഷ്യക്കാരാണ് കണ്ടമാനുള്ളത്. ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ 70 കൊല്ലം കൊണ്ട് ഇത് തീർന്നു പോണ്ടേ? ഇല്ല, അത് തീർന്നു പോവില്ല. ഇതിനതിന്റെ ഉള്ളിൽ കൂടെയുള്ള നിലനിൽപ്പിന്റെ പണി ആരെടുക്കും? ആ പണിയാണ് എന്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്റെ കുട്ടിനെ ഞാൻ ആഫലാക്കുന്നത് ആ ഗണത്തിക്ക് നിൽക്കാനാണ്. ലോകം ഒന്നായിട്ട് ബാത്തിലിന്റെ അസഹ്യതയിൽ പൊട്ടിപ്പിളരുമ്പോൾ അന്ന് ദാഹജലം കൊടുക്കുന്നത് ഈ മക്കളായിരിക്കും. നിങ്ങൾ സംശയിക്കണ്ട, ഉറപ്പാണ്. ജനം ഓടിക്കൂടും ഈ ആണിലേക്കും ഈ പെണ്ണിലേക്കും. അവിടത്തേക്കാണ് ലോകത്തിന്റെ ഗതി നീങ്ങുന്നത് എന്ന് ഇപ്പൊ അടുത്ത 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്താ മീഡിയകളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തെ എല്ലാ തമ്പിടാക്കന്മാരും ഇടിഞ്ഞു പോയി വീടുകൊടുക്കുകയാണ്. ഇനി ദീനിന് മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥ തീർച്ച പടച്ചോൻ കൊണ്ടുവരും. അന്നത്തേക്ക് വേണ്ടി കുറച്ച് ആൾക്കാരല്ല സെറ്റാക്കുകയാണ്. അതിൽ ഇന്ത്യങ്ങളി മക്കൾ പെട്ടാൽ ഭാഗ്യവന്മാർ. അതുകൊണ്ട് മക്കളെ കാര്യത്തിൽ കർശനമായ നിലപാടുണ്ടാവണം. എന്റെ മകൻ ഹാഫിളാവണം, ഹാഫിളത്താവണം, അതിനുശേഷം ആലിമാവണം. ഖുർആൻ മാത്രം ഓതി പഠിച്ച പോരാ, അതിന്റെ അർത്ഥങ്ങളും കൂടി പഠിക്കാനുള്ള മാനസികാവസ്ഥയിലേക്കും അതിന്റെ പുരോഗമനമായ തുടർ പഠനങ്ങൾ അത് പഠിക്കാനും കൂടി ഈ ഹാഫിളത്തുകൾ തയ്യാറാവണം. അവരുടെ മാതാപിതാക്കൾ അതിന്റെ കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണം. അതിനകത്ത് വിവാഹം കഴിപ്പിക്കേണ്ട, അവരെങ്ങനെ പഠിപ്പിച്ചാൽ ഇതൊന്നുമില്ല. വിവാഹ സമയമായാൽ വേഗം വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക മാതാപിതാക്കളുടെ പണിയാണ്. മുമ്പ് 13 വയസ്സ് 14 വയസ്സിലൊക്കെ ഇന്ന് എന്ത് ചെയ്തിരുന്നത്? കെട്ടിച്ചിരുന്നത്. ഈ വാപ്പാര് ഇതിലിരിക്കുന്ന കുറെ വാപ്പാര് ഓരോ മക്കളെ 13-നും 14-നും കെട്ടിച്ചിട്ടുണ്ട്, 15-നും കെട്ടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ 18 ഒരു നിയമമായി. ഒരു രാജ്യത്ത് നോക്കുമ്പോൾ ആ നിയമത്തിനെ മാനിക്കണമല്ലോ. അതുകൊണ്ട് 18 വയസ്സും 19 വയസ്സായ പിന്നെങ്ങനെ അത് കിരി നല്ലിട്ട് വെച്ച് നിൽക്കണ്ട. വേഗം മക്കളെ കെട്ടിച്ചയക്കുക. ഒരു സ്വസ്ഥമായി ജീവിക്കട്ടെ. അതിന്റെ കൂട്ടത്തിൽ അവരെ ദീനിനെ അവർ നിലനിർത്തുകയും ചെയ്യട്ടെ. ദീനിന്റെ പഠനവും താലീമും കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് അവർ മുന്നോട്ട് പോകട്ടെ. അവരുടെ ഖൈറിന്റെ വാതിലുകൾ തുറക്കണം. അല്ലാഹു അവരുടെ മാതാപിതാക്കളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുട്ടികളെ കബൂലാക്കുമാറാവട്ടെ. അവരെ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച ഉസ്താദുമാരെ അവരെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ.